GSP വേദിക് തോട്ടിലേക്ക് എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും കുംഭമേള ആശംസകൾ നേരുന്നു. നമുക്ക് പലവിധ കാരണങ്ങൾ കൊണ്ട് നമുക്ക് കുംഭമേളയിൽ നേരിട്ട് ഭാഗമാകാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മാനസികമായിട്ടുള്ള സ്നാനം ചെയ്യാവുന്നതാണ്. അങ്ങനെ മാനസികമായിട്ടുള്ള സ്നാനം ചെയ്യുന്നതിന് നമ്മുടെ ഋഷിമുനിമാർ നമുക്ക് ശ്ലോകം അല്ലെങ്കിൽ മന്ത്രരൂപേണ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ശ്ലോകമാണ് ഇവിടെ പറയുന്നത്. ശ്ലോകം ഇതാണ്: ത്രിവേണിം മാധവം സോമം ഭരദ്വാജം ച വാസുകിം വന്ദേ അക്ഷയ വടം ശേഷം പ്രയാഗം തീർത്ഥനായകം. ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം: ത്രിവേണിം മാധവം സോമം ഭരദ്വാജം ച വാസുകിം വന്ദേ അക്ഷയ വടം ശേഷം പ്രയാഗം തീർത്ഥനായകം. തീർത്ഥങ്ങളുടെ രാജാവായിട്ടാണ് പ്രയാഗ്രാജിനെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ സംഗമ സ്നാനത്തിനാണ് പ്രാധാന്യം പറയുന്നതും. അപ്പൊ നമ്മൾ മറ്റുള്ള പല തീർത്ഥക്ഷേത്രങ്ങളിലും പോയാൽ തന്നെ അവിടെ ഏതെങ്കിലും ഒരു ക്ഷേത്രം നമുക്ക് പ്രാധാന്യമായിട്ടുണ്ടാവും. എന്നാൽ ഇവിടെ ത്രിവേണി സംഗമത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രത്യേകം പുരാതനമായിട്ടുള്ള ക്ഷേത്രങ്ങൾ പ്രധാന പ്രതിഷ്ഠയായിട്ടൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രയാഗ്രാജിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ തീർത്ഥരാജിനെയാണ് നമ്മൾ പ്രധാനമായിട്ട് ആരാധിക്കുന്നത്. അല്ലെങ്കിൽ സംഗമഭൂമിയെ അല്ലെങ്കിൽ സംഗമത്തിലാണ് നമ്മൾ സ്നാനം ചെയ്യുന്നത്. അങ്ങനെ സംഗമ സ്നാനത്തിൽ നമ്മൾ സ്നാനം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കർമ്മവാസനകൾ അല്ലെങ്കിൽ ഈ പാപങ്ങൾ ക്ഷയിക്കും എന്നുള്ളതാണ്. പക്ഷെ പാപങ്ങൾ ക്ഷയിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ സ്നാനം ചെയ്തതിനു ശേഷം പുതിയത് തുടങ്ങാം എന്നുള്ളതല്ല. നമ്മളൊരു തീർത്ഥസ്ഥാനത്ത് പോയി വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മളിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതചര്യയിൽ എന്തെങ്കിലുമൊക്കെ അതിൽ നിന്നുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ട് നമ്മുടെ സ്വഭാവത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ജീവിതചര്യയിലോ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ മാത്രമേ നമ്മളൊരു ഗംഗാസ്നാനം അല്ലെങ്കിൽ സംഗമ സ്നാനം ചെയ്തതിനുള്ള ഒരു ഗുണം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പണ്ടത്തെ ആളുകൾ പറയാറുള്ളത് ഗയയിലോ അല്ലെങ്കിൽ കാശിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഫലങ്ങളോ ത്യജിക്കണം എന്നുള്ളത്. എന്നുവെച്ചാൽ നമ്മൾ എന്തെങ്കിലും ത്യാഗമനോഭാവം നമുക്ക് വളർത്തണം എന്നുള്ളതാണ്. അതിൽ കാമക്രോധ മോഹലോഭ മതമാത്സര്യങ്ങൾ അങ്ങനെ ഷഡ്വൈരികൾ പറയുന്നുണ്ട്. അതിലെ ഏതെങ്കിലും ഒന്ന് വിടുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അത് ചുരുങ്ങി നമ്മൾ കഴിക്കുന്ന ഒരു വസ്തുവിലായി. കാര്യം അതും നല്ലത് തന്നെയാണ്. കാര്യം അങ്ങനെ ചെയ്യുമ്പോഴും നമുക്ക് എന്തെങ്കിലും ഉപേക്ഷിക്കാനുള്ള ഒരു പ്രവണത നമുക്ക് വരും. അപ്പോൾ ഏതൊരു തീർത്ഥസ്ഥാനത്ത് പോയി എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളിൽ മാറ്റം നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ത്യജിക്കുക, വാസനകൾ ത്യജിക്കുക എന്നുള്ളതാണ് അതിന്റെ പൊരുൾ. എന്നാൽ വാസനകൾ നമുക്ക് എളുപ്പത്തിൽ ത്യജിക്കാൻ സാധിക്കുകയില്ല. അതിനാൽ നമ്മുടെ ഉപവസ്തുക്കളായിട്ടുള്ള ഭോഗങ്ങൾ, നമ്മൾ കഴിക്കുന്ന വസ്തുക്കളോ അല്ലെങ്കിൽ നമ്മൾ ഉടുക്കുന്ന വസ്ത്രങ്ങളോ എന്തെങ്കിലും നമ്മൾ ത്യജിച്ച് പതുക്കെ നമ്മുടെ മനസ്സിനെ പക്വതപ്പെടുത്തി വരുന്നു എന്നുള്ളതാണ്. അത് തന്നെയാണ് കുംഭമേളയിലും പ്രാധാന്യമായിട്ട് പറയുന്നതും. അതുകൊണ്ട് തന്നെ കുംഭമേളയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് നമ്മൾ എവിടെയാണുള്ളത് അവിടെ തന്നെ ഇരുന്നു കൊണ്ട് നമുക്ക് സംഗമ സ്നാനത്തിന്റെ ഒരു അനുഭൂതി നമുക്ക് മാനസികമായിട്ട് അനുഭവിക്കാവുന്നതാണ്. ആവുന്നതും എല്ലാവരും ഇത് ആചരിച്ച് ഭഗവാന്റെ കൃപയ്ക്ക് പാത്രഭൂതരാകുക. നന്ദി, നമസ്കാരം.